നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കിൻഫ്ര പാർക്കുകളിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 2283 കോടി രൂപയുടെ നിക്ഷേപം വന്നതായി വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. മട്ടന്നൂർ വെള്ളിയാംപറമ്പിലെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ പുതുതായി നിർമ്മിച്ച സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SDF-ലെ 75% സ്ഥലവും സംരംഭകർക്ക് അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാണ്. ഹണികോം ടവൽ, പ്രൊഡക്റ്റ് കോഡ്, ആ ഡീറ്റെയിൽസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ല. വീവർ ഡീറ്റെയിൽസ്, നെയ്മ് മോഹനൻ, വീവർ ഡെസിഗ്നേഷൻ വീവർ എന്ന വീഡിയോ, അതാണ് നേരത്തെ കണ്ടത്. എങ്ങനെയാണത് ഈ ടവലായി മാറിയത് എന്നതിൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ യൂണിഫോം പദ്ധതിയിലാണ് കുറെ നിൽക്കുന്നത്. യൂണിഫോം ഉള്ളത് കൊണ്ടാണ് കൈത്തറി രംഗം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. 75% സ്ഥലവും സംരംഭകർക്ക് ഇപ്പോൾ നൽകി. ബാക്കി 2 മാസം കൊണ്ട് അനുവദിക്കും. ഇതിലൂടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആവശ്യമായ വിഭവശേഷി ഉണ്ടോ എന്ന് പരിശോധിച്ച് നൈപുണ്യ വികസന കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഫുഡ് പാർക്ക്, സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹോട്ടൽ സമുച്ചയം എന്നിവ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ 1 വർഷം കൊണ്ട് 30 എണ്ണത്തിനാണ് അനുമതി നൽകിയത്. അടുത്തതായി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരും. നമ്മുടെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയണം. വലിയ കെമിക്കൽ ഫാക്ടറികൾ, മാനുഫാക്ചറിംഗ് ഫാക്ടറികൾ എന്നിവയൊന്നും കേരളത്തിൽ സാധ്യമാവില്ല. ഇത്തരം ഫാക്ടറികളിൽ ജോലി ചെയ്യുക മിക്കവാറും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തൊഴിലാളികളായിരിക്കും. എന്നാൽ IT മേഖലയിലും നോളജ് ഇൻഡസ്ട്രി മേഖലയിലും പുതിയ വ്യവസായ മേഖലകളിലും കേരളത്തിലെ ചെറുപ്പക്കാർ തന്നെയാവും ജോലി ചെയ്യുക. MSME-കൾക്കായി മിഷൻ 1000 എന്ന് ആവിഷ്കരിച്ചതായി മന്ത്രി പറഞ്ഞു. 1000 MSME-കളെ ശരാശരി 100 കോടി ടേൺ ഓവർ ഉള്ള കമ്പനികൾ ആക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയിൽ 215 കമ്പനികളുടെ അപേക്ഷകൾ അംഗീകരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ നൽകിയതായും മന്ത്രി പറഞ്ഞു. KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കിൻഫ്ര MD സന്തോഷ് കോശി തോമസ്, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ VK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M രതീഷ്, മട്ടന്നൂർ നഗരസഭാ കൗൺസിലർ K അനിത, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ പാറക്കണ്ടി, സംസ്ഥാന കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. 3 നിലകളിലായി 48,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന SDF കെട്ടിടത്തിന്റെ വ്യവസായ സംരംഭകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളായ 250 kV ട്രാൻസ്ഫോമറുകൾ, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, ലിഫ്റ്റുകൾ, ജനറേറ്ററുകൾ, ശുചിമുറികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.